നമസ്കാരം, ശുഭദിനം. ഞാൻ ശങ്കർ ഹിമഗിരി, കൗമുദി TV ന്യൂസ് ടാക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിലേക്ക് ഈ ഞായർ ദിന എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. തലക്കെട്ടുകളിലേക്ക് പോകാം. വീണ്ടും അഴിക്കുള്ളിൽ. നടൻ ദിലീപിന് ജാമ്യമില്ല. നടിയെ ആക്രമിച്ച കേസിൽ ജൂലൈ 25 വരെ ജയിലിൽ തുടരും ദിലീപ്. അതിനൊപ്പം തന്നെ മറ്റൊരു മുഖ്യ വർത്തമാനം കൂടി. നഴ്സുമാരുടെ സംഘടന നാളെ ആരംഭിക്കാനിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടതിനെ തുടർന്ന് മാറ്റിവെച്ചിരിക്കുന്നു. ബുധനാഴ്ച സർക്കാരുമായി മധ്യസ്ഥ ചർച്ചകൾ നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നഴ്സുമാരുടെ സംഘടന. എന്തായാലും ബുധനാഴ്ച വരെ സമരം ഇല്ല എന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. മുഖ്യമന്ത്രി ഇടപെടുന്നു എന്ന് നഴ്സുമാരുടെ സമരം മാറ്റിവെച്ചത് സംബന്ധിച്ചുള്ള വാർത്ത മലയാള മനോരമയും മുഖ്യ വാർത്തയ്ക്ക് വിഷയം ആക്കി. മാതൃഭൂമി മറ്റൊരു വിഷയം ആണ് ഇന്ന് മുഖ്യ വാർത്തയ്ക്കായി എടുത്തിരിക്കുന്നത്. പൊതുമേഖല പച്ച പിടിക്കുന്നു എന്ന മാതൃഭൂമിയുടെ സ്വന്തം റിപ്പോർട്ടാണ്. പതിവിന് വിപരീതമായി ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിൽ ആയതിൻ്റെ കണക്കുകൾ ആണ് മാതൃഭൂമി നിരത്തുന്നത്. ദേശാഭിമാനിയിൽ വീണ്ടും ജയിലിൽ എന്ന പ്രധാന തലക്കെട്ട്. ദിലീപിൻ്റെ ജാമ്യാപേക്ഷ അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി തള്ളി. മാധ്യമത്തിൽ ജയിലിൽ തന്നെ എന്ന ഇതേ വിഷയത്തിൽ ഉള്ള തലക്കെട്ട്. ദിലീപിന് ജാമ്യമില്ല. അതേസമയം നാളെ തന്നെ ജാമ്യം തേടി ദിലീപ് ഹൈക്കോടതിയെ സമീപിക്കും എന്ന വാർത്തയും മാധ്യമം ഹൈലൈറ്റായി നൽകിയിട്ടുണ്ട്. ഇനി മംഗളത്തിൽ ദിലീപിനായി സൈബർ കൊട്ടേഷൻ എന്നൊരു വാർത്ത. PR ഏജൻസിക്കെതിരെ അന്വേഷണം. നമുക്ക് അറിയാം, നടൻ ദിലീപിന് അനുകൂലമായ തരംഗം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള പ്രചാരവേലകൾ നടക്കുന്നു. ഇതിന് പിന്നിൽ ഒരു പബ്ലിക് റിലേഷൻസ് ഏജൻസി ആണ്. ഇനി റിലീസാകാനിരിക്കുന്ന ദിലീപിൻ്റെ ഒരു ചിത്രത്തിൻ്റെ നിർമ്മാതാവാണ് ഇത്തരത്തിൽ 2 കോടിയുടെ ഒരു കരാർ ഈ PR ഏജൻസിക്ക് നൽകിയത് എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഈ PR ഏജൻസി നിരീക്ഷണത്തിൽ ആണ്. ഈ പ്രതിഷേധ തരംഗങ്ങൾക്ക് ഇടയിലും ഈ ചലച്ചിത്രം റിലീസ് ചെയ്യാൻ ഉള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ദിലീപിന് അനുകൂലമായി സാമൂഹ്യ മനസ്സ് തിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ഒരു സാമൂഹ്യ മാധ്യമം വഴിയുള്ള പ്രചാരവേലയെന്നും പോലീസ് കരുതുന്നു. ഇനി ദീപികയിൽ ജാമ്യം ഇല്ല എന്ന പ്രധാന തലക്കെട്ട് ദിലീപ് വിഷയത്തിൽ. ഇനി ഇംഗ്ലീഷ് ദിനപത്രങ്ങളുടെ ഹെഡ്ലൈൻസ് നോക്കാം. 3 പ്രധാന ദിനപത്രങ്ങൾ 3 വ്യത്യസ്ത വിഷയങ്ങൾ അവരുടെ പ്രധാന വാർത്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു. എക്സ്റ്റേണൽ ഫോഴ്സസ് ടു ബ്ലെയിം ഫോർ വയലൻസ് ഇൻ ജമ്മു ആൻഡ് കശ്മീർ. കശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി പറയുന്നു, ജമ്മു കശ്മീരിലെ സംഘർഷങ്ങൾക്കും കലാപങ്ങൾക്കുമെല്ലാം പിന്നിൽ ചില ബാഹ്യ ശക്തികളാണ് എന്ന് ചൈനയെ പേരെടുത്ത് പറയാതെ ആണ് മെഹബൂബയുടെ ഈ പ്രസ്താവന. ഇനി ദ ന്യൂ സൺഡേ എക്സ്പ്രസിൽ നിതി ആയോഗ് അരവിന്ദ് ഔട്ട് അരവിന്ദ് ഇൻ എന്ന് സൺഡേ എക്സ്പ്രസ് പറയുന്നു. ഇത് നീതി ആയോഗിൻ്റെ തലപ്പത്ത് വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണി വരുന്നു എന്നാണ് സൺഡേ എക്സ്പ്രസ് പറയുന്നത്. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിന് ശേഷം കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടനയ്ക്ക് ഒപ്പം തന്നെ നീതി ആയോഗിലും അഴിച്ചുപണി ഉണ്ടാകും. ഇതിൽ പറയുന്ന 2 അരവിന്ദ്. ഒന്ന് അരവിന്ദ് പനഗരിയ, നിലവിൽ നീതി ആയോഗിൻ്റെ മേധാവിയായ അരവിന്ദ് പനഗരിയ. അദ്ദേഹം പുറത്തു പോവുകയും പകരം പ്രധാനമന്ത്രിയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ അരവിന്ദ് സുബ്രഹ്മണ്യൻ ഈ ചുമതല ഏൽക്കുകയും ചെയ്യും എന്ന് ഉള്ള സൺഡേ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ട്. ഇനി ദ സൺഡേ ടൈംസിൽ സർവേ ഷോസ് മോസ്റ്റ് ഡ്രൈവേഴ്സ് ഇൻ ഇന്ത്യ നെവർ ടുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ്. ഒരു സർവേ വിവരം ആണ് വെളിപ്പെടുത്തുന്നത്. നമുക്ക് വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരള കൗമുദിയിൽ നിന്ന് ആരംഭിക്കാം. വീണ്ടും അഴിക്കുള്ളിൽ എന്ന് ദിലീപ് വിഷയത്തിലെ പ്രധാന തലക്കെട്ട്. ദിലീപിൻ്റെ ജാമ്യാപേക്ഷ അങ്കമാലി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരിക്കുന്നു. അദ്ദേഹത്തെ പോലീസ് വീണ്ടും കസ്റ്റഡി കാലാവധി നീട്ടി നൽകാൻ അപേക്ഷ സമർപ്പിക്കാതിരുന്നതിനെ തുടർന്ന് ജൂലൈ 25 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ അയച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആലുവ സബ് ജയിലിൽ ദിലീപിന് വീണ്ടും കാരാഗൃഹവാസം. ഇന്നലെ അതിശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ ദിലീപിൻ്റെ ജാമ്യ ഹർജി എതിർത്തുകൊണ്ട് കോടതിയിൽ നൽകിയത്. അതിന് തൊട്ട് മുൻപ് തന്നെ മുദ്രവെച്ച കവറിൽ കേസ് ഡയറി സമർപ്പിച്ചിരുന്നു. ഈ ഉന്നത സ്വാധീനം ഉള്ള പ്രതിക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും നിർണായകമായ തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുണ്ട്. മാത്രമല്ല, നിലവിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രതിക്ക് അനുകൂലമായൊരു തരംഗം വരുന്നുണ്ട്. ഇതൊക്കെ പ്രതിയുടെ സ്വാധീനം വ്യക്തമാക്കുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു പ്രതിയെ ജാമ്യത്തിൽ വിട്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അതേസമയം പ്രതിഭാഗവും ശക്തമായ വാദഗതികൾ തന്നെ ഉന്നയിച്ചു. ദിലീപിനെ കൊടുക്കുന്നതിന് വേണ്ടി പോലീസ് മുന്നോട്ട് വെച്ചിട്ടുള്ള 19 ഇനങ്ങളിൽ ഒന്നിൽ പോലും ദിലീപിന് എതിരെ വ്യക്തമായ തെളിവില്ല എന്ന് പ്രതിഭാഗം വാദിച്ചു. അതുപോലെ തന്നെ ഈ പൾസർ സുനിയുടെ മുൻ അഭിഭാഷകനായ പ്രതീഷ് ചാക്കോ
ഈ പ്രതീഷ് ചാക്കോയെ ഇതുവരെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പ്രതീഷ് ചാക്കോയുടെ കൈവശം ഉള്ള ഫോൺ കണ്ടെടുക്കുന്നതിന് വേണ്ടി ദിലീപിന് ജാമ്യം നൽകാതിരിക്കുന്നതിൽ എന്ത് നീതി ആണ് ഉള്ളത് തുടങ്ങിയ വാദഗതികളൊക്കെ പ്രതിഭാഗം ഉന്നയിച്ചു. എങ്കിലും സ്വാധീന ശക്തിയുള്ള പ്രതിക്ക് ജാമ്യം ലഭിച്ചാൽ ഇയാൾ സാക്ഷികളെയും ഒക്കെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന പ്രോസിക്യൂഷൻ്റെ വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ദിലീപിന് ജാമ്യം നിഷേധിച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു ഇന്ന് കേരള കൗമുദി. മറ്റൊന്ന്, നഴ്സ് സമരം മാറ്റിയ വർത്തമാനമാണ്. സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയെ ആകെ ആശങ്കയിൽ ആഴ്ത്തുന്ന വിഷയം ആയിരുന്നു. കാരണം നാളെ മുതലാണ് സ്വകാര്യ മേഖലയിലെ നഴ്സുമാർ അനിശ്ചിതകാല പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത്. ഈ പണിമുടക്കിൽ നിന്ന് തൽക്കാലം മാറ്റിവെക്കാൻ ഇന്നലെ തൃശ്ശൂരിൽ ചേർന്ന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള നഴ്സിംഗ് മേഖലയിലെ സ്വകാര്യ നഴ്സുമാരുടെ സംഘടനകൾ തീരുമാനിച്ച വിവരം ആണ് നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇവരെ മധ്യസ്ഥ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട് ബുധനാഴ്ച വരെ. അതുകൊണ്ട് സമരം മാറ്റിവെക്കാനാണ് നഴ്സുമാരുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ബുധനാഴ്ചയോടുകൂടി ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു നിലപാട് ഉണ്ടായില്ലെങ്കിൽ സമരം തുടരുമെന്നും ഈ സംഘടന യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അറിയിച്ചിട്ടുണ്ട്. ഇത് 20,000 രൂപ അടിസ്ഥാന ശമ്പളം, ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 20,000 രൂപ ആണ് ഈ നഴ്സുമാരുടെ സംഘടനയുടെ ആവശ്യമെങ്കിൽ 17,000 രൂപ ആണ് സർക്കാർ 17,000 രൂപ വരെ നൽകാമെന്നാണ് സർക്കാർ ഒരു ധാരണയിൽ എത്തിയിട്ടുള്ളത്. പക്ഷേ 20,000 രൂപ എന്നുള്ള ആവശ്യത്തിൽ, അടിസ്ഥാന ശമ്പളം എന്നുള്ള ആവശ്യത്തിൽ സംഘടന ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള ശമ്പള വ്യവസ്ഥ അതേപടി പാലിക്കണം എന്ന് നഴ്സുമാരുടെ സംഘടന ആവശ്യപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ബുധനാഴ്ച വരെ നഴ്സുമാരുടെ സമരം ഇല്ല. അതിനുശേഷമുള്ള കാര്യം ബുധനാഴ്ചത്തെ മധ്യസ്ഥ ചർച്ചകളുടെ വിജയപരാജയങ്ങൾ അനുസരിച്ച് ഇരിക്കും. ഇനി മദ്യപന്മാർക്ക് മുന്നറിയിപ്പായി ഒരു വാർത്ത. വീര്യം കൂട്ടാൻ തിന്നറൊഴിച്ച് മദ്യപാനം, ഒരാൾ മരിച്ചു എന്ന വാർത്ത പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ നിന്നാണ്. കൊഴിഞ്ഞാമ്പാറയിൽ കാർത്തികേയൻ എന്ന 36-കാരൻ ആണ് മരിച്ചത്. ഇയാളുടെ 3 സുഹൃത്തുക്കൾ ഗുരുതരാവസ്ഥയിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇവർ 4 പേർ ചേർന്ന് 1/2 ലിറ്റർ മദ്യം വാങ്ങി കാർത്തികേയൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് അതിൽ പെയിൻറ്റ് നിർപ്പിക്കാൻ ഉപയോഗിക്കുന്ന തിന്നർ ചേർത്ത്, വീര്യം കൂട്ടാനാണ് ഇങ്ങനെ ചെയ്തത്. തിന്നർ ചേർത്ത് ഈ മദ്യം 4 പേർ ചേർന്നും കഴിച്ചു. അതിൽ ബാക്കി മദ്യം ഉണ്ടായിരുന്നു. ഈ മദ്യം രാവിലെ കാർത്തികേയൻ്റെ വീട്ടിൽ തിരികെ എത്തിയ സുഹൃത്തുക്കൾ, കാർത്തികേയൻ ഉറങ്ങുകയായിരുന്നു, ഇവർ വന്ന് ഈ മദ്യം നേരത്തെ ഉപയോഗിച്ചതുപോലെ തന്നെ തിന്നർ ഒഴിച്ച് കഴിച്ചു. പക്ഷേ കാർത്തികേയൻ നേരം വൈകിട്ടും ഉണരാതെ ഇരുന്നതിനെ തുടർന്ന് സംശയം തോന്നി വിളിച്ചപ്പോഴാണ് കാർത്തികേയൻ മരിച്ചു എന്നുള്ള വിവരം സുഹൃത്തുക്കൾ അറിയുന്നത്. അപ്പോഴേക്കും ഈ 3 പേർക്കും ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു. 4 പേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കാർത്തികേയൻ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു തുടങ്ങിയ വിശദാംശങ്ങൾ നൽകിയിരിക്കുകയാണ് കേരള കൗമുദി 1-ാം പേജിൽ തന്നെ. മറ്റൊന്ന്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ നടക്കുകയാണ്. രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള തെരഞ്ഞെടുപ്പ് നാളെ നടക്കുന്നു. ഇത് NDAയിൽ നിന്ന് രാംനാഥ് കോവിന്ദും പ്രതിപക്ഷ കക്ഷികളുടെ സ്ഥാനാർത്ഥി ആയ മുൻ സ്പീക്കർ മീരാ കുമാറും ആണ് പ്രധാന സ്ഥാനാർത്ഥികൾ. ഇതിൽ NDA സ്ഥാനാർത്ഥിക്ക് വിജയ സാധ്യതയുണ്ട്. കാരണം പ്രതിപക്ഷ കക്ഷികൾ ആയ DMK, JDU, തെലുങ്ക് ദേശം പാർട്ടി തുടങ്ങിയ കക്ഷികളുടെ കൂടി പിന്തുണ NDA സ്ഥാനാർത്ഥിയായ രാംനാഥ് കോവിന്ദിന് ഉണ്ട്. ഇത് ഈ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് MP-മാരും MLA-മാരും ഉൾപ്പെട്ട ഇലക്ട്രൽ കോളേജ് ആണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ 776 MP-മാരും 4120 MLA-മാരും ചേർന്ന ഇലക്ട്രൽ കോളേജാണ് ഈ രാഷ്ട്രപതി സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ 1-ാം പേജിൽ. നമുക്കിനി മലയാള മനോരമയിൽ നിന്നുള്ള ചില 1-ാം പേജ് വാർത്തകൾ നോക്കാം. കേസ് ഡയറി കോടതിയിൽ ദിലീപിന് ജാമ്യമില്ല എന്ന് ദിലീപ് വിഷയം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ജാമ്യം നിഷേധിക്കപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ. മറ്റൊന്ന്, മുഖ്യമന്ത്രി ഇടപെടുന്നു എന്ന ശീർഷകത്തിൽ മുഖ്യ വാർത്ത. നഴ്സുമാരുടെ സമരം താൽക്കാലികമായി മാറ്റിവെച്ച വാർത്തയും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, കയ്യേറ്റം അന്വേഷിക്കാൻ കളക്ടർക്ക് റവന്യൂ മന്ത്രിയുടെ നിർദ്ദേശം. ഇതും ദിലീപുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ്. തൃശ്ശൂർ ചാലക്കുടിയിൽ ദിലീപിൻ്റെ ഉടമസ്ഥതയിലുള്ള ആഡംബര തിയേറ്റർ സമുച്ചയം D സിനിമാസ് എന്ന പേരിലുള്ള തിയേറ്റർ സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത് സർക്കാർ വക ഭൂമി, 1 ഏക്കർ ഭൂമി കയ്യേറി വ്യാജരേഖകൾ ചമച്ച് കൈവശപ്പെടുത്തിയാണെന്നുള്ളൊരു ആരോപണം നേരത്തെ ഉണ്ടായിരുന്നു. ഇക്കാര്യം അന്വേഷിക്കാൻ ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ആരോപണം ഇത് പണ്ട് ചാലക്കുടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് ഊട്ടുപുര നിർമ്മിക്കാൻ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ കൈവശമുണ്ടായിരുന്ന 1 ഏക്കർ ഭൂമി വിട്ടു നൽകിയിരുന്നു. ഈ ഭൂമി വ്യാജരേഖ ഉപയോഗിച്ച് ദിലീപ് കൈവശപ്പെടുത്തിയാണ് അവിടെ D സിനിമാസ് എന്ന ആഡംബര തിയേറ്റർ സമുച്ചയം പണിതത് എന്ന ആക്ഷേപം നേരത്തെയുണ്ട്.
ഇത് നേരത്തെ തന്നെ റവന്യൂ ഇൻ്റലിജൻസ് വകുപ്പ് ഇക്കാര്യം കണ്ടെത്തിയിരുന്നു. അന്ന് പക്ഷേ ഒരു മുതിർന്ന മന്ത്രി, ഒരു സീനിയർ മന്ത്രി ഇടപെട്ടാണ് ഈ ഫയൽ പൂഴ്ത്തിയത് എന്ന ആക്ഷേപമുണ്ട്. എന്തായാലും ഇക്കാര്യം വീണ്ടും അന്വേഷിക്കാൻ ഇപ്പോൾ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് റവന്യൂ വകുപ്പ്. പാക് ആക്രമണത്തിൽ ജവാന് വീരമൃത്യു. നിയന്ത്രണ രേഖയിൽ രജൌറി സെക്ടറിൽ പാക് സൈനികർ നടത്തിയ ഷെല്ലാക്രമണത്തിലും വെടിവയ്പ്പിലുമാണ് ഒരു ഇന്ത്യൻ സൈനികന് വീരമൃത്യു വരിക്കേണ്ടി വന്നത്. അതിനൊപ്പം തന്നെ മറ്റൊന്നുകൂടിയുണ്ട്. പുൽവാമ ജില്ലയിലെ ത്രാൽ സെക്ടറിൽ ഇന്നലെ സുരക്ഷാ സൈനികർ നടത്തിയ വെടിവയ്പ്പിൽ പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ സംഘടനയിൽ ഉൾപ്പെട്ട 3 ഭീകരരെ സുരക്ഷാ സൈനികർ വധിച്ചു എന്ന വാർത്തയും മനോരമ ഒന്നാം പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇനി മറ്റൊന്ന്, നിതീഷിൻ്റെ ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന ലാലുവിൻ്റെ മകൻ. ബീഹാറിൽ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. രാഷ്ട്രീയ ജനതാദളും JDUവും തമ്മിലുള്ള പ്രതിസന്ധി. ഇത് ബീഹാറിൽ ഉപമുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ലാലു പ്രസാദ് യാദവിൻ്റെ മകനും ആയ തേജസ്വി യാദവ് ബിനാമി കേസിൽ ഉൾപ്പെട്ട് CBI ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു തേജസ്വിയോട് മുഖ്യമന്ത്രി നിതീഷ് കുമാർ. പക്ഷേ ഇന്നലെ ഈ വിശദീകരണം നൽകാനുള്ള അവസാന സമയം കഴിഞ്ഞിട്ടും തേജസ്വി മുഖ്യമന്ത്രിക്ക് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയിട്ടില്ല. ഇനിയിപ്പോൾ ഉപമുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രി പുറത്താക്കുമോ എന്നുള്ള കാര്യത്തിൽ ആണ് തീരുമാനം ഉണ്ടാകാനിരിക്കുന്നത്. നാളെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് ശേഷം നിതീഷ് കുമാർ കടുത്ത നടപടികളിലേക്ക് കടക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവരുണ്ട്. അങ്ങനെ വന്നാൽ ബീഹാറിലെ രാഷ്ട്രീയ പ്രതിസന്ധി വളരെ രൂക്ഷം ആകും. തേജസ്വിയെ പുറത്താക്കിയാൽ RJDയുടെ 18 മന്ത്രിമാർ രാജി സമർപ്പിക്കുമെന്ന് ലാലു പ്രസാദ് യാദവ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മന്ത്രിസഭയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കും എന്നും ലാലു പറയും. മാതൃഭൂമിയുടെ ഒന്നാം പേജ് കൂടി നോക്കാം. മാതൃഭൂമിയിൽ പൊതുമേഖല പച്ചപിടിക്കുന്നു എന്ന മാതൃഭൂമിയുടെ ഒരു സ്വന്തം വാർത്തയാണ് മുഖ്യ വാർത്തയ്ക്ക് വിഷയമാക്കിയിരിക്കുന്നത്. പതിവിന് വിപരീതമായി നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് വിപരീതമായി സംസ്ഥാനത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലേക്ക് നീങ്ങുന്നതിൻ്റെ കണക്ക് നിരത്തുകയാണ് മാതൃഭൂമി. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ തന്നെ പ്രധാനപ്പെട്ട 4 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭക്കണക്ക് കാണിക്കുന്നു. ഈ ആദ്യ പാദത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം കൂടി കൈവരിച്ച ലാഭം തന്നെ 18 കോടിയിൽ അധികം ആണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടക്കണക്ക് കൂടി കേൾക്കുക, 44.5 കോടി. ഇത്രയും ഭീമമായ നഷ്ടത്തിൽ നിന്നാണ് സാമ്പത്തിക വർഷം ആരംഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആദ്യ പാദത്തിൽ തന്നെ 18 കോടിയിൽ അധികം ലാഭം കൈവരിച്ചിരിക്കുന്നത്. തീർച്ചയായും ശുഭവർത്തമാനം തന്നെ. ഇതിൽ പുതുതായി ലാഭത്തിലേക്ക് കടന്ന 4 പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ആർട്ടിസാൻസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അതുപോലെ തന്നെ സ്റ്റീൽ അതോറിറ്റി, സ്റ്റീൽ ഇൻഡസ്ട്രീസ്, മറ്റൊന്ന് ട്രാവൻകൂർ ടൈറ്റാനിയം, കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഈ 4 സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ ലാഭക്കണക്ക് കാണിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന പാദത്തിലാണ് വിറ്റുവരവ് ഒക്കെ വരുന്നതും നേരിയ തോതിലെങ്കിലുമുള്ള ലാഭം കാണിക്കുന്നതും. പക്ഷേ ഇപ്പോൾ വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ലാഭം കൈവരിക്കാൻ ആയത് സാമ്പത്തിക കുതിപ്പിൻ്റെ ലക്ഷണമാണ് എന്നുകൂടി വിലയിരുത്തപ്പെടുന്നു. ഇനി മറ്റൊന്ന്, വിട്ടുവീഴ്ച വേണ്ടെന്ന പോലീസിന് നിർദ്ദേശം. സെൻകുമാറിൻ്റെ മൊഴിയെടുക്കും. മതസ്പർദ്ധ വർദ്ധിപ്പിക്കുന്ന തരത്തിൽ ചില പരാമർശങ്ങൾ ഒരു വാരികയിലെ അഭിമുഖത്തിന് നൽകി എന്ന പരാതിയിൽ ആണ് മുൻ പോലീസ് മേധാവി TP സെൻകുമാറിനെതിരെ ക്രൈംബ്രാഞ്ച് സൈബർ പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരം കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു ദാക്ഷിണ്യവും വേണ്ടതില്ല എന്ന ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കാൻ കൂടി നിർദ്ദേശം നൽകിയെന്ന മാതൃഭൂമിയുടെ ഒന്നാം പേജ് വാർത്ത. ഇനി നമുക്ക് ഇന്നത്തെ ശ്രദ്ധേയമായ 1-2 മുഖപ്രസംഗ വിഷയങ്ങൾ കൂടി നോക്കാം. ഇന്ന് കേരള കൗമുദിയിൽ റെയിൽവേ ഡിവിഷന് വേണ്ടി MP-മാർ ഇറങ്ങണം എന്ന് ഇന്നത്തെ മുഖപ്രസംഗ വിഷയം. ഇപ്പോൾ ഈ വിവരം ഉയരാൻ കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു വാർത്ത പത്രങ്ങളിൽ നിറയുന്നുണ്ട്. തിരുവനന്തപുരം ഡിവിഷൻ വെട്ടിമുറിച്ച് അതിൻ്റെ ഒരു ഭാഗം തമിഴ്നാട്ടിലെ മധുര ഡിവിഷനോട് ചേർക്കാനുള്ള നീക്കം റെയിൽവേ നടത്തുന്നു എന്നുള്ള ആക്ഷേപം, പരാതി ഉണ്ട്. അതായത് നേമം മുതൽ തിരുനെൽവേലി വരെയുള്ള ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം ഡിവിഷൻ്റെ ഭാഗം ആയ 160 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന മേഖല മധുര ഡിവിഷനോട് ചേർക്കാനാണ് റെയിൽവേ ശ്രമം നടത്തുന്നത്. അതിന് പകരം ഇപ്പോൾ മധുര ഡിവിഷനിലുള്ള കൊല്ലം മുതൽ പുനലൂർ വരെയുള്ള ഭാഗം തിരുവനന്തപുരം ഡിവിഷനിൽ ചേർക്കാമെന്ന വാഗ്ദാനവും ഉണ്ട്. ഇതിന് സമാനമായ ഒരു നഷ്ടം ഇതിനകത്ത് സൂചിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന പുനഃസംഘടനാ വേളയിൽ കന്യാകുമാരി ജില്ല നഷ്ടമായതിൻ്റെ സങ്കടം ഇപ്പോഴും പഴമക്കാർ മറന്നിട്ടില്ല. അതിന് സമാനമായ ഒന്നാണ് ഈ നേമം മുതൽ തിരുനെൽവേലി വരെയുള്ള ഭാഗം തമിഴ്നാടിന് നൽകി പകരം കൊല്ലം മുതൽ പുനലൂർ വരെയുള്ള ഭാഗം നൽകാം എന്ന വാഗ്ദാനം എന്ന് സൂചിപ്പിക്കുന്നു. പണ്ട് കേരളത്തിന് പ്രത്യേക റെയിൽവേ സോൺ വേണമെന്നൊരു ആവശ്യമുണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാവരും മറന്നു.
ഇപ്പോൾ റെയിൽവേയുടെ നീക്കം നിലവിൽ ഉള്ള ഡിവിഷൻ തന്നെ വെട്ടിമുറിച്ച് ചെറുതാക്കാൻ ആണ്. ഇതിനെതിരെ നമ്മുടെ MP-മാരും MLA-മാരും സംഘടിതമായി രംഗത്ത് ഇറങ്ങണം. സംസ്ഥാനത്ത് റെയിൽവേയുടെ ചുമതല വഹിക്കുന്ന പൊതുമരാമത്ത് മന്ത്രി G. സുധാകരൻ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കത്ത് കൊണ്ട് മാത്രം കാര്യമില്ല. വളരെ ഊർജിതമായ ശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം, MP-മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് കേരള കൗമുദിയുടെ ഇന്നത്തെ മുഖപ്രസംഗം. ഇനി നമുക്ക് മാതൃഭൂമിയുടെ മുഖപ്രസംഗം കൂടി നോക്കാം. ഇന്ന് പ്ലാച്ചിമട വിഷയത്തിലാണ് മാതൃഭൂമി. എഡിറ്റോറിയൽ മാത്രമല്ല, അവരുടെ അതിനോട് ചേർന്നുള്ള 2 പേജും പ്ലാച്ചിമടയുടെ വിജയം എന്ന ശീർഷകത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. നിത്യപ്രചോദകമായ അധ്യായം എന്ന ശീർഷകത്തിലാണ് ഈ വിഷയത്തിലുള്ള മുഖപ്രസംഗം നൽകിയിരിക്കുന്നത്. തീർച്ചയായും ലോകമെങ്ങുമുള്ള പരിസ്ഥിതി സ്നേഹികളുടെയും അതുപോലെ തന്നെ പ്രകൃതി സ്നേഹികളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാണ് അമേരിക്കൻ കമ്പനിയായ കൊക്കക്കോളയ്ക്ക് എതിരെ സന്നദ്ധ പ്രവർത്തകരും ഈ പ്ലാച്ചിമട ഉൾപ്പെടുന്ന പെരുമാട്ടി പഞ്ചായത്തിലെ ഗ്രാമവാസികളും ഉൾപ്പെടെയുള്ള സാധാരണ ജനസമൂഹം നയിച്ച വിപ്ലവാത്മകമായ സമരം, അതിൻ്റെ ചരിത്രവും എല്ലാം 1.5 പതിറ്റാണ്ടിൽ അധികം കാലമായി നടക്കുന്ന സമരമാണ് ഒരു നിശബ്ദ വിപ്ലവം എന്ന് പറയാം. എന്തായാലും ഒടുവിൽ തോറ്റ് മുട്ടുമടക്കിയിരിക്കുന്നു അമേരിക്കൻ കമ്പനിയായ കൊക്കക്കോള. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിൽ കൊക്കക്കോള കമ്പനി അറിയിച്ചത് ഇനി ഈ കമ്പനി പ്ലാച്ചിമടയിൽ തുറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം. ഇതോടുകൂടി ഈ സമരം അവസാനിച്ചു. അതിൻ്റെ വിശദാംശങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു ചോദ്യം മാത്രം ബാക്കിയാണ്. ഇത്രയും ദീർഘമായ കാലത്തെ ജലചൂഷണം, ഈ കമ്പനി നടത്തിയ ജലചൂഷണം കാരണം പെരുമാട്ടി പഞ്ചായത്തിലുള്ളവർക്ക് നൽകേണ്ട നഷ്ടപരിഹാരം 216 കോടി രൂപയാണ് എന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഒരു ഉന്നതാധികാര സമിതി വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഒരു കണക്ക് ഉണ്ടാക്കിയിരുന്നു. ഇതിനുവേണ്ടി ഈ പണം ഈടാക്കി കിട്ടുന്നതിന് വേണ്ടി കമ്പനിയെ വിചാരണ ചെയ്യുന്നതിനും മറ്റുമായി ഒരു പ്ലാച്ചിമട ട്രിബ്യൂണൽ രൂപീകരിക്കണം എന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ചുള്ള ഒരു ബിൽ നിയമസഭയിൽ അന്ന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ അഭിപ്രായ വ്യത്യാസമില്ലാതെ പാസ്സാക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം വേണ്ടതുകൊണ്ട് അന്ന് ഈ പ്ലാച്ചിമട ട്രിബ്യൂണൽ ബിൽ കേന്ദ്രത്തിന് രാഷ്ട്രപതിക്ക് അയച്ചിരുന്നു. പിന്നെ ഈ ബില്ലിനെക്കുറിച്ച് ഒരു വിവരവും ആരും കേട്ടിട്ടില്ല. ആ ചോദ്യത്തിന് കൂടി മറുപടി വേണ്ടതുണ്ട്. ഈ 216 കോടി രൂപ, ആ നഷ്ടപരിഹാര തുക ആര്, എങ്ങനെ, എപ്പോൾ നൽകും എന്നുള്ള വിഷയം. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കായിക വാർത്തയിലേക്ക് പോകാം. ഇന്ന് കേരള കൗമുദിയുടെ കളിക്കളം പേജിൽ നിന്ന് മുത്താണ് മുഗുരുസ എന്ന ശീർഷകത്തിൽ ഇത് വീനസ് വില്യംസിനെ കീഴടക്കിയ ഗർബിൻ മുഗുരുസ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ. ഏറ്റവും പ്രായം ഏറിയ വിംബിൾഡൺ വനിതാ ചാമ്പ്യൻ ആവുക എന്ന വീനസ് വില്യംസിൻ്റെ സ്വപ്നങ്ങൾ തച്ചുടച്ചാണ് സ്പാനിഷ് സുന്ദരി ആയ ഗർബിൻ മുഗുരുസ ഇന്നലെ ഈ കിരീടം ചൂടിയത്. വെറും 77 മിനിറ്റുകൾ കൊണ്ടാണ് വീനസ് വില്യംസിൻ്റെ സ്വപ്നങ്ങളെ തച്ചുടച്ച് മുഗുരുസ ചാമ്പ്യൻഷിപ്പ് നേടിയത് എന്നും കേരള കൗമുദിയുടെ റിപ്പോർട്ട്. ഇത് നമുക്ക് ഇന്നത്തെ ശ്രദ്ധേയമായ 1-2 ഞായർ വായനാ വിഭവങ്ങൾ കൂടി നോക്കാം. ഇന്ന് കേരള കൗമുദിയുടെ വാരാന്ത്യ പതിപ്പിൽ, ഞായർ പതിപ്പായ വാരാന്ത്യ പതിപ്പിൽ സ്വപ്നത്തിൽ ഉണരുന്ന കുഞ്ഞുപൂക്കൾ എന്ന ശീർഷകത്തിൽ സേതുലക്ഷ്മി തയ്യാറാക്കിയിരിക്കുന്ന ഫീച്ചറാണ്. പല കാരണങ്ങൾ കൊണ്ട് അമ്മയാകാൻ കഴിയാത്തവരുടെ ജീവിതത്തിൽ കുഞ്ഞുമാലാഖകളെ സമ്മാനിക്കുന്ന ഒരു ഡോക്ടറെക്കുറിച്ച്, ഡോക്ടർ പ്രീതയെക്കുറിച്ച് ആണ് ഈ ഫീച്ചർ. തിരുവനന്തപുരത്ത് മെഡിറ്റന ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റാണ് ഡോക്ടർ പ്രീത. അതിൽ ഈ ഡോക്ടർ പ്രീതയുടെ ചികിത്സയിൽ ഇരുന്ന് ഒടുവിൽ ഗർഭം ധരിച്ച്, അതായത് അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ 12 തവണ തുടർച്ചയായി ഗർഭം അലസി പോയ ഒരു സംഭവം വിവരിക്കുന്നു. 13ാം തവണ ഈ കുഞ്ഞിനെ സമ്മാനിക്കാൻ, ഈ അമ്മയ്ക്ക് കുഞ്ഞിനെ സമ്മാനിക്കാൻ ഡോക്ടർ പ്രീതയ്ക്ക് കഴിഞ്ഞു. അതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ, പ്രീത പഠിച്ച് വളർന്ന സാഹചര്യം മുതൽ പന്തളത്ത് ഡോക്ടർ ജയചന്ദ്രൻ്റെ ശിഷ്യ ആയിരുന്നപ്പോൾ മുതലുള്ള കാര്യങ്ങൾ വളരെ ഹൃദയസ്പർശിയായി. ഏത് സ്ത്രീയുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങൾ ഒന്നാണ് സ്ത്രീത്വം. പൂർണ്ണതയിൽ എത്തുന്നത് തന്നെ അമ്മയാകുന്നതിലൂടെയാണ് എന്ന് നമുക്കറിയാം. ഒരുപാട് സ്ത്രീകളുടെ ജീവിതത്തിൽ കുഞ്ഞുമാലാഖകളെ സമ്മാനിച്ച ഒരു ഡോക്ടറുടെ കഥയാണ് സേതുലക്ഷ്മി പറയുന്നത്. ഇനി നമുക്ക് മനോരമയുടെ ഈ ഞായറാഴ്ചയിലെ ഏറ്റവും വലിയ കൗതുകം അവതരിപ്പിക്കുന്നത് മനോരമയുടെ ഞായറാഴ്ച ആണ്. ചൈനയ്ക്കൊരു കത്തുണ്ട് എന്ന ശീർഷകത്തിൽ. ചൈനയിലേക്ക് ഒരു കത്തയച്ചാൽ അത് ആര് കൊണ്ട് കൊടുക്കും എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ആണ്. നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും അതിൽ പറയുന്നു. ഇതിൽ ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് ഉള്ള കത്തുകൾ കൈമാറാൻ ഒരു പോസ്റ്റ്മാനുണ്ട്. ഇത് നാഥുല അതിർത്തിക്ക് സമീപം ഷെറാത്താങ് എന്ന പോസ്റ്റ് ഓഫീസിൽ ആണ് അതിർത്തിയിൽ ഈ കത്തുകൾ എത്തുന്നത്. അവിടെ നിന്ന് ഇന്ത്യയുടെ ഒരു പോസ്റ്റ്മാൻ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:30 ആണ് നാഥുല അതിർത്തി കടന്ന് ചൈനീസ് മണ്ണിൽ കാൽകുത്തി
അവിടെ കാത്തു നിൽക്കുന്ന ചൈനീസ് അധികൃതർക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഈ കത്തുകൾ കൈമാറുന്നത്. ഇങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള കത്തുകൾ ചൈന അധികൃതർക്ക് കൈമാറാൻ ഈ പോസ്റ്റ്മാന് അനുവദിച്ചിരിക്കുന്ന സമയം 3 മിനിറ്റാണ്. ഈ 3 മിനിറ്റിൽ ആണ് ഇയാൾ ഇന്ത്യൻ മണ്ണിൽ നിന്ന് ചൈനീസ് മണ്ണിൽ എത്തി. അതിൻ്റെ കൗതുകം ആണ് ചൈനയ്ക്ക് ഒരു കത്തുണ്ട് എന്ന് വിളിച്ചു പറയും എന്നാണ് ഈ ഫീച്ചറിൽ. അതിനൊപ്പം തന്നെ നാഥുല പാസിൻ്റെ കൗതുകങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നു. എന്തായാലും ഇന്ത്യ ചൈന സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള കത്തുകൾ ചൈനയിൽ എത്തിക്കുന്ന ഈ പോസ്റ്റ് ഓഫീസിനെ കുറിച്ചും പോസ്റ്റ്മാനെ കുറിച്ചും ഉള്ള ഈ ഫീച്ചർ തീർച്ചയായും കൗതുകം മാത്രമല്ല ഒരുപാട് ചരിത്രം കൂടി പറഞ്ഞു തരുന്നതാണ്. ഇനി മാതൃഭൂമിയുടെ ഇന്നത്തെ വാരാന്ത പതിപ്പിൽ പ്രകൃതിയുടെ തടവറയിൽ എന്ന ശീർഷകത്തിൽ തിരുവനന്തപുരം കാട്ടാക്കട താലൂക്കിലെ നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൻ്റെ ചരിത്രം പറയുകയാണ്. 474 ഏക്കറിൽ തുറന്നു കിടക്കുന്ന ഒരു ജയിൽ, അത്രയും വിശാലമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പ്രമോഷനോടെ വന്നെത്തിയ 397 തടവുകാർ എന്ന് TR രമ്യ നൽകിയിരിക്കുന്ന ഈ ഫീച്ചർ. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ തുറന്ന ജയിൽ ആണ്. 1962 പ്രവർത്തനം ആരംഭിച്ച നെട്ടുകാൽത്തേരിയിലെ ഈ തുറന്ന ജയിൽ ഇത്തരത്തിലുള്ള ആദ്യ ജയിൽ രാജസ്ഥാനിൽ ആയിരുന്നു. രാജസ്ഥാനിൽ 1962 ജൂണിലാണ് തുറന്ന ജയിൽ ഈ കറക്ഷണൽ ഹോം ആരംഭിച്ചത്. അതിന് 2 മാസത്തിന് ശേഷം തന്നെ തിരുവനന്തപുരത്ത് രാജ്യത്തെ രണ്ടാമത്തെ തുറന്ന ജയിൽ ആരംഭിച്ചു. അതിൻ്റെ ചരിത്രമാണ് ഇപ്പോൾ 397 തടവുകാർ ഇവിടെ തടവറയുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. ഈ നെട്ടുകാൽത്തേരി തടവറയിൽ മറ്റ് ജയിലുകളിൽ നല്ല നടപ്പുകാർ എന്ന് വിധിക്കപ്പെട്ട തടവുകാരെയാണ് നെട്ടുകാൽത്തേരിയിലെ തുറന്ന ജയിലിലേക്ക് മാറ്റുന്നത്. അതിൻ്റെ ചരിത്രം പങ്കുവയ്ക്കുകയാണ് മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പ്. ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡിൻ്റെ ഇന്നത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. നല്ല വിശേഷങ്ങൾ മാത്രം പിറക്കട്ടെ ഈ നല്ല വിശ്രമ ദിനത്തിൽ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തേക്ക് പിരിയാം. ന്യൂസ് ട്രാക്ക് പ്രസന്റഡ് ബൈ ദുബായ് ഗോൾഡ് നാളെ രാവിലെ വീണ്ടും 8:30. നമസ്കാരം.